കഴിഞ്ഞ 2 വർഷമായി രേണു സുധിയുമായി അധികം അടുപ്പം ഇല്ലായിരുന്നു ലക്ഷ്മി നക്ഷത്രയ്ക്ക്. രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷമാണ് ഇരുവരും തമ്മിൽ അകൽച്ചയുണ്ടായത്. ബിഗ് ബോസിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഒരു വാക്ക് തന്നോട് രേണു പറഞ്ഞില്ലെന്നും ലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു. എന്നിരുന്നാലും രേണുവിന് അർബുദം സ്ഥിരീകരിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാം മറന്ന് ലക്ഷ്മി രേണുവിനെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ രേണുവിനെക്കുറിച്ചും രേണുവിന് സാമ്പത്തിക സഹായം നൽകിയ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയെക്കുറിച്ചും ലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് മീഡിയയോട് സംസാരിക്കുകയായിരുന്നു താരം. രേണുവിൻ്റെ ആരോഗ്യം വളരെ വീക്കാണെന്നാണ് താൻ അറിഞ്ഞതെന്നും എന്തു വന്നാലും കൂടെ നിൽക്കുമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു. മാത്രമല്ല സായി കൃഷ്ണയെക്കുറിച്ചും ലക്ഷ്മി സംസാരിച്ചു. രേണുവിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് അവർ ആശുപത്രിയിൽ ചെക്കപ്പ് നടത്തുകയായിരുന്നു. രേണുവിൻ്റെ സഹോദരിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം രേണു എന്നെ തിരിച്ചു വിളിച്ചു. ചെക്കപ്പിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എല്ലാവർക്കും അറിയുന്നതുപോലെ രേണുവിന് രോഗം സ്ഥിരീകരിച്ചു. ആർക്കും ക്യാൻസർ രോഗം വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രേണുവിൻ്റെ കോൺഫിഡൻസ് വെച്ച് രേണു തിരിച്ചു വരും. രേണു എപ്പോഴും പറയുന്നത് പോലെ രേണു ഫയറാണ്. അതുകൊണ്ട് തീർച്ചയായും രോഗത്തെ അതിജീവിക്കാൻ രേണുവിന് കഴിയും. അത് രേണുവിന് കോൺഫിഡൻസാണ്. രേണു പുലിക്കുട്ടിയായി തിരിച്ചു വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. എപ്പോഴും ഞങ്ങൾ ടച്ചിലുണ്ട്. കൂടെയുണ്ടായിരിക്കുമെന്ന് രേണുവിനോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ രേണു വളരെ വീക്കാണ്. എന്തു വന്നാലും ഞാൻ കൂടെ നിൽക്കും. എല്ലാം പെട്ടെന്ന് മാറട്ടെ, ഉഷാറാവട്ടെ. അതുപോലെ രേണുവിനെ ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റാണ്. നമ്മുടെ പ്രസൻസ് രേണുവിന് സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ രേണുവിനെ വീഡിയോ കോൾ ചെയ്ത് മാത്രം രേണുവിനെ പരമാവധി കാണാൻ ശ്രമിക്കൂ. ആ രോഗത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ. കാരണം നമ്മളിൽ കൂടി ചിലപ്പോൾ ഇൻഫെക്ഷൻ രേണുവിന് വന്നേക്കാം. വീട്ടിലുള്ളവർ രേണുവിനെ അത്രത്തോളം ഹൈജീനിക്കായിട്ടായിരിക്കും രേണുവിനെ ശുശ്രൂഷിക്കുന്നത്. അതുപോലെ ചിലർ ഒരു വീഡിയോ ഇടുകയും രേണുവിനെ വെച്ച് ചെയ്ത വീഡിയോകളിൽ നിന്നും കിട്ടിയ തുകയിൽ നിന്നും ഒരു തുക രേണുവിന് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇപ്പോൾ ഞാൻ ഇത് പറയാൻ പാടില്ല. ചോദിച്ചതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. കഴിഞ്ഞ ദിവസം രേണുവിനെ വീട്ടിൽ പോയി കണ്ട വ്യക്തി പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ വ്യക്തി പറഞ്ഞത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അറിയിച്ച് തന്നെ ചെയ്യണമെന്നാണ്. ഇത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളൂ എന്നും ലക്ഷ്മി സായിയെ വിമർശിച്ചു പറഞ്ഞു. പെർഫ്യൂം രേണുവിന് കൊടുക്കുന്ന വീഡിയോ ലക്ഷ്മി ചെയ്തപ്പോൾ ഇമോഷൻ വിറ്റ് കാശാക്കി എന്ന കാര്യത്തിൽ ലക്ഷ്മിയെ നിരവധി പേർ വിമർശിച്ചപ്പോൾ സായി കൃഷ്ണയും ലക്ഷ്മിക്ക് എതിരായിരുന്നു.